ലോകത്തെ വിറപ്പിച്ച ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ ആഗോള രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ വലിയ ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ? ലൈംഗിക കുറ്റവാളി എന്നതിലപ്പുറം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട 3 മില്യണിലധികം രേഖകളിൽ കാണുന്ന ബലാത്സംഗം, നരഭോജനം അടക്കമുള്ള വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത് എന്തിലേക്ക്? അധികാരവും പണവും ഉണ്ടെങ്കിൽ എന്തു ക്രൂരതയും മറച്ചുവെക്കാം എന്ന അപകടകരമായ രീതിയിലോ ലോകം? വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു മോദി മുതൽ ട്രംപ് വരെ എപ്സ്റ്റൈന്റെ ഫയലുകളിലെ നിഗൂഢതകൾ. അമേരിക്കൻ ഭരണകൂടം പുറത്തുവിട്ട ദശലക്ഷക്കണക്കിന് രേഖകളിൽ ലോകത്തെ ഏറ്റവും സമ്പന്നരും കരുത്തരുമായ വ്യക്തികളുടെ പേരുകൾ ഉൾപ്പെട്ടത് കേവലം ഒരു വാർത്തയല്ല, മറിച്ച് അധികാര കേന്ദ്രങ്ങളിലെ ധാർമ്മിക തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്ന തെളിവാണ്. ബിൽ ഗേറ്റ്സ്, ഇലോൺ മസ്ക്, ഡൊണാൾഡ് ട്രംപ്, ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ പ്രിൻസ് ആൻഡ്രൂ, റിച്ചാർഡ് ബ്രാൻസൺ, മൈക്കൽ ജാക്സൺ, സ്റ്റീഫൻ ഹോക്കിംഗ്സ്, റിച്ചാർഡ് ബ്രാൻസൺ, ഗൂഗിൾ സഹസ്ഥാപകൻ സെർജി ബ്രിൻ, നോം ചോംസ്കി തുടങ്ങിയ അതികായന്മാർ ഈ ഫയലുകളിൽ പരാമർശിക്കപ്പെടുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. വിനോദയാത്രകൾ, ഇമെയിൽ സന്ദേശങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയിലൂടെ ഇവർ എപ്സ്റ്റീനുമായി പുലർത്തിയ ബന്ധം ഇപ്പോൾ പരസ്യമായിരിക്കുന്നു. ഇതിൽ പലരും തങ്ങൾക്ക് എപ്സ്റ്റീന്റെ ക്രൂരമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും വെളിപ്പെട്ട ഇമെയിലുകളിലെ ഭാഷയും ചിത്രങ്ങളും പലപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ്. അമേരിക്കയിലെ അതിസമ്പന്നരായ ഒരു ധനകാര്യ വിദഗ്ധനായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. എന്നാൽ സാമ്പത്തിക ഇടപാടുകളേക്കാൾ ഉപരിയായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും അവരെ ഉന്നതർക്ക് കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരു വലിയ ശൃംഖലയുടെ സൂത്രധാരൻ എന്ന നിലയിലാണ് അയാൾ കുപ്രസിദ്ധനായത്. അമേരിക്കയുടെ കീഴിൽ വരുന്ന ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന ഇയാളുടെ പ്രൈവറ്റ് ദ്വീപിൽ വെച്ചായിരുന്നു ലോക നേതാക്കൾ അടക്കമുള്ളവർക്ക് ഇയാൾ കുട്ടികളെ അടക്കം കാഴ്ചവെച്ചത്. 2000കളുടെ തുടക്കം മുതൽ എപ്സ്റ്റീനും കൂട്ടാളികളും നിരവധി പെൺകുട്ടികളെ ലൈംഗിക അടിമത്തത്തിനിരയാക്കി. 2008ലാണ് ആദ്യമായി ഇയാൾ ശിക്ഷിക്കപ്പെട്ടത്. എന്നാൽ അത് വെറും 13 മാസം മാത്രമായിരുന്നു. അമേരിക്കൻ മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ, ഡൊണാൾഡ് ട്രംപ്, ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരൻ തുടങ്ങി ലോകത്തെ പല പ്രമുഖ വ്യക്തികളുമായും ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി പുറത്തുവന്ന രേഖകൾ വ്യക്തമാക്കുന്നു. അതിനുശേഷം ഇയാൾ 2019 ലൈംഗിക കടത്ത് കേസുകളിൽ വിചാരണ നേരിടുന്നതിനിടെ ന്യൂയോർക്കിലെ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇത് ആത്മഹത്യയാണെന്ന് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെങ്കിലും ഇയാൾ മരണപ്പെട്ടോ അതോ ജീവനോടെ ഇരിപ്പുണ്ടോ എന്ന തരത്തിൽ ഇന്നും ദുരൂഹതകൾ നിലനിൽക്കുന്നു. എപ്സ്റ്റീൻ ഒരു കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ട ശേഷവും പല പ്രമുഖരും അയാളുമായി ബന്ധം തുടർന്നു എന്നത് മാപ്പർഹിക്കാത്ത തെറ്റാണ്. അറിഞ്ഞില്ല എന്ന വാദം വെറും ഒഴിവുകഴിവ് മാത്രമാണ്. ലോകത്തെ നയിക്കുന്ന ഇവർക്ക് തങ്ങളുടെ സുഹൃത്തുക്കളുടെ പശ്ചാത്തലം പരിശോധിക്കുവാനുള്ള സംവിധാനങ്ങൾ ഇല്ലെന്ന് വിശ്വസിക്കുവാൻ പ്രയാസമാണ്. സാധാരണക്കാർ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും നിയമത്തിനു മുന്നിൽ കഠിനമായി ശിക്ഷിക്കപ്പെടുമ്പോൾ ഉന്നതർ ഉൾപ്പെട്ട ഇത്തരം വലിയ മാഫിയകൾ പതിറ്റാണ്ടുകളോളം സംരക്ഷിക്കപ്പെടുന്നു.
ജെഫ്രി എപ്സ്റ്റീന്റെ ഫയലുകൾ പുറത്തു വന്നതോടുകൂടി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത നരഭോജനത്തെക്കുറിച്ചുള്ളതാണ്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ഇമെയിലുകളും ഫോട്ടോകളും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. എപ്സ്റ്റീൻ തന്റെ കൂട്ടാളികൾ ഒരാൾക്കയച്ച സന്ദേശത്തിൽ "There are millions of babies, very little good vegetable cream cheese" അഥവാ ദശലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ട്, പക്ഷേ നല്ല വെജിറ്റബിൾ ക്രീം ചീസ് വളരെ കുറവാണെന്ന് പരാമർശിച്ചതാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഇതിന് മറുപടിയായി മറ്റൊരാൾ "ക്രീം ചീസും കുഞ്ഞും ഒരേ നിലയിലാണോ എന്ന് എനിക്കറിയില്ല" എന്ന് മറുപടി നൽകുന്നതും രേഖകളിലുണ്ട്. ഈ സന്ദേശങ്ങൾ പുറത്തു വന്നതോടെ എപ്സ്റ്റീനും സംഘവും മനുഷ്യമാംസം കഴിച്ചിരുന്നു എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ക്രീം ചീസ്, ബേബി തുടങ്ങിയ വാക്കുകൾ ഇവർക്കിടയിലെ രഹസ്യ കോഡുകളാണെന്നും അത് അതിഭീകരമായ ലൈംഗിക വൈകൃതങ്ങളിലേക്കോ നരഭോജനത്തിലേക്കോ വിരൽ ചൂണ്ടുന്നുവെന്നും പലരും വാദിക്കുന്നു. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. മിക്ക രേഖകളിലും ക്രീം ചീസ് എന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട സാധാരണ കാര്യങ്ങളായാണ് കാണപ്പെടുന്നത്. എങ്കിലും എപ്സ്റ്റീന്റെ പക്കൽ നിന്ന് ലഭിച്ച ഫോട്ടോകളിൽ പ്രമുഖ വ്യക്തികൾ വിചിത്രമായ രീതിയിൽ ഭക്ഷണമേശയിൽ ഇരിക്കുന്ന ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതോടെ ഈ ചർച്ചകൾ കൂടുതൽ സങ്കീർണമായി. നിലവിൽ ഈ വിഷയത്തിൽ ഔദ്യോഗിക അന്വേഷണങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പുറത്തുവന്ന വിവരങ്ങൾ ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരതകളാണെന്നാണ് വെളിപ്പെടുത്തുന്നത്. മറ്റൊന്ന് 2018 ഓഗസ്റ്റ് 28 പുറത്തുവന്ന ഒരു ഇമെയിൽ സന്ദേശമാണ്. ഇതിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് ഒരു പുരുഷനെ റേപ്പ് ചെയ്തതായും ചില ആചാരങ്ങളുടെ ഭാഗമായി കുഞ്ഞുങ്ങളെ കൊന്നതായും അവരുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിച്ചതായും പരാമർശിക്കുന്നുണ്ട്. ഇതിലെ മറ്റ് വിശദാംശങ്ങൾ ഇതിലും ഭയം ജനിപ്പിക്കുന്നതാണ്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ തുടർന്ന് ഈ ഫയലുകൾ പുറത്തുവന്നതിന് പിന്നാലെ വൈറലാകുന്ന മറ്റൊരു വീഡിയോ ദൃശ്യമാണ് മെക്സിക്കൻ മോഡലായിട്ടുള്ള ഗബ്രിയൽ റിക്കോ ജിമനസിന്റേത്. അവർ മനുഷ്യരെയാണ് ഭക്ഷിക്കുന്നതെന്ന് പരിഭ്രാന്തിയോടെ വിളിച്ചു പറയുന്ന അവരുടെ ദൃശ്യങ്ങൾ അന്ന് ആരും ഗൗരവമായി എടുത്തില്ലെങ്കിൽ പോലും 2009 ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഈ മോഡലിനെ പിന്നീട് കാണാതാവുകയായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും എപ്സ്റ്റീൻ ഫയലിൽ ഉണ്ടെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. എപ്സ്റ്റീൻ ഫയലുകളിലെ ഒരു ഇമെയിൽ സന്ദേശത്തിൽ പ്രധാനമന്ത്രിയുടെ 2017 ഇസ്രായേൽ സന്ദർശനത്തെക്കുറിച്ച് പരാമർശമുണ്ട്. അത് ഇങ്ങനെയാണ്: "The Indian Prime Minister Modi took advice and danced and sang in Israel for benefits of the US President. They had met a few weeks ago. It worked." എന്നാൽ 2017 ജൂലൈയിലെ ഔദ്യോഗിക സന്ദർശനം എന്ന യാഥാർത്ഥ്യത്തിനപ്പുറം ഇമെയിലിലെ മറ്റെല്ലാ കാര്യങ്ങളും ഒരു കുറ്റവാളിയുടെ ഭാവനാ സൃഷ്ടികൾ മാത്രമാണെന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളിന്റെ വിശദീകരണം. We have seen reports from an email message from the so-called Epstein files that has a reference to the Prime Minister and his visit to Israel. Beyond the fact of the Prime Minister's official visit to Israel in July 2017, the rest of the allusions in the email are little more than trashy ruminations by a convicted criminal which deserve to be dismissed with the utmost contempt. അതേസമയം ഇന്ത്യൻ വ്യവസായി അനിൽ അംബാനിയുടെ പേരും ഇതിൽ കാണാം. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് മുന്നോടിയായി അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നർ, സ്റ്റീവ് ബാനർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുവാൻ അംബാനി എപ്സ്റ്റീന്റെ സഹായം തേടിയതായി രേഖകളിൽ പറയുന്നു. ഡൽഹിയിലെ നേതൃത്വത്തിന്റെ താൽപര്യപ്രകാരമാണ് ഈ നീക്കമെന്ന് അംബാനി സൂചിപ്പിച്ചതായും റിപ്പോർട്ടിലുണ്ട്. 2019 മെയ് മാസത്തിൽ അനിൽ അംബാനിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താൻ പ്രധാനമന്ത്രി മോദിയുടെ അടുത്തയാളുമായി സംസാരിച്ചുവെന്ന് എപ്സ്റ്റീൻ സ്റ്റീവ് ബാനൻ അയച്ച സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. 2017 മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇഹൂദ് ബരാക്കുമായും എപ്സ്റ്റീനുമായും പാരീസിൽ വെച്ച് അംബാനി അത്താഴ വിരുന്നിന് പദ്ധതിയിട്ടിരുന്നു.
എന്നാൽ അന്നത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസ് ഒലാൻഡുമായുള്ള കൂടിക്കാഴ്ച ഉള്ളതിനാൽ അതന്ന് മാറ്റിവെക്കുകയായിരുന്നു. റഫാൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി അംബാനി അക്കാലത്ത് പാരീസിൽ ഉണ്ടായിരുന്നു. ഈ വെളിപ്പെടുത്തലുകൾക്കെല്ലാം പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മോദി സർക്കാരിന് ഇത്തരത്തിലുള്ള വ്യക്തികളുമായാണ് ബന്ധമെന്നത് ആശങ്കാജനകമാണെന്നും സത്യം പുറത്തുവരണമെന്നും പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. इसमें नई बात क्या है? हर सेशन में, हर सत्र में आप यही देख रहे हैं. राहुल अब तो और ज्यादा कर रहे हैं पहले से. मैम, राहुल गांधी जी ने कहा कि उनको बिल्कुल भी बोलने नहीं दिया जा रहा. उन्होंने ओम बिरला जी को लेटर भी लिखा है, तो उस पर क्या कहेंगे? मैं बिल्कुल सहमत हूं उनसे. क्या कर रहे हैं? एक पब्लिश सोर्स से कोट कर रहे हैं. कल तो उन्होंने ऑथेंटिकेट भी किया उसको, तो बोलने में क्या हर्ज है? ये लोग जब भी भाषण देते हैं तो किसी किताब से कोट करते हैं, चाहे वो कभी संजय बारू जी को भी कोट किया है प्राइम मिनिस्टर जी ने, तो कभी मैगजीन का आर्टिकल, कभी किताब से, कभी रिपोर्ट से. तो एज लॉन्ग एज इट्स अ पब्लिश सोर्स इट्स ओके. Of course, because please understand, this is not just a case of the leader of the opposition not being allowed to speak. This is a fundamental issue of democracy and of the way the parliament works. ये जो संसद है, ये मंदिर है लोकतंत्र का. इसमें पूरे देश की आस्था है. देश का एक एक नागरिक इसमें आस्था रखता है. किस चीज में आस्था? लोकतंत्र में आस्था. लोकतंत्र का मतलब क्या है? कि सबका एक्सप्रेशन होना चाहिए, जो भी है उसकी चर्चा करनी चाहिए. और ये परंपरा भी रही है. ऐसे कोई बात नहीं है कि कभी चाइना पे चर्चा नहीं हुई है, कभी फॉरेन अफेयर्स पे चर्चा नहीं हुई है, कभी पाकिस्तान पे चर्चा नहीं हुई है. इन चीजों पे चर्चा हुई है, हमेशा खुल के हुई है. और चाहे विपक्ष हो, चाहे सरकार हो, सबने अपना पक्ष रखा है. तो अपना पक्ष रखने में क्या मुश्किल है? ये लोग डर रहे हैं कि क्या बातें निकलने वाली हैं. बस ये डर रहे हैं. उन्होंने इस पुस्तक को प्रकाशित होने नहीं दिया है, जहां तक मेरी जानकारी है. इस पुस्तक में ऐसी चीजें लिखी हैं जो दिखाती हैं कि प्रधानमंत्री जी का क्राइसिस के समय, जब चीन की सेना हमारे बॉर्डर पे थी, क्राइसिस के समय हमारी जो टॉप लीडरशिप है, हमारे प्रधानमंत्री जी, हमारे गृह मंत्री जी, हमारे रक्षा मंत्री जी का क्या रिएक्शन रहा, उन्होंने क्या कहा, क्या नहीं किया और कैसे किया. तो एक तो ये बहुत स्पष्ट दिख रहा है कि इनका और इनकी सरकार का चरित्र क्या है. कि जब देश पे हमला हो रहा है, देश के बॉर्डर पे चाइना के ट्रूप्स आ रहे हैं, तब इनका क्या रिएक्शन रहा, ये स्पष्ट है. दूसरी बात ये है कि एप्स्टीन की फाइलें निकली हुई हैं. उसमें तमाम चीजें हैं कि किस तरह से सरकार ने उनको कांटेक्ट किया. वो कन्विक्टेड सेक्स ट्रैफिकर हैं, कन्विक्टेड चाइल्ड सेक्स ऑफेंडर हैं. तो उनका क्या इस्तेमाल हो रहा था, उनके द्वारा सरकार क्या चर्चा करने जा रही थी अमेरिका की सरकार के साथ, ये सब चीजें हैं. अब ये भी ऑथेंटिकेटेड डॉक्यूमेंट्स हैं, यूएस डिपार्टमेंट ऑफ जस्टिस के डॉक्यूमेंट्स हैं. तो अगर इन चीजों पे चर्चा नहीं होगी इस सदन में, तो फिर किस पे होगी? ഫയലുകൾ പുറത്തു വന്നതോടെ രാജകുടുംബങ്ങൾ, ട്രംപ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ, ശതകോടീശ്വരന്മാർ, ബിസിനസ്സുകാർ തുടങ്ങിയവർ വിവാദത്തിലായതോടെ FBI ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും പ്രധാനപ്പെട്ട ഫോട്ടോകളും രേഖകളും നീക്കം ചെയ്തിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ പല പ്രധാന വിവരങ്ങളും മറച്ചാണ് ഫയൽ പുറത്തുവിട്ടിരുന്നത്. ഇതെല്ലാം തെറ്റുകൾ വീണ്ടും ആവർത്തിക്കുവാനുള്ള സാധ്യതയും പണവും അധികാരവും ഉപയോഗിച്ച് അത് മറച്ചുപിടിക്കുവാനുള്ള അവരുടെ ശക്തിയെയുമാണ് വെളിവാക്കുന്നത്. ഈ ഫയലുകൾ കേവലം പ്രമുഖരുടെ പേരുകൾ ചർച്ച ചെയ്യുവാനുള്ളതല്ല, മറിച്ച് എപ്സ്റ്റീനാൽ പീഡിപ്പിക്കപ്പെട്ട അനേകം പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുവാൻ വേണ്ടിയുള്ളതാകണം. അധികാരത്തിന്റെ തണലിൽ ഇത്തരം ക്രൂരതകൾ ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ കുറ്റവാളികൾ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം. എപ്സ്റ്റീൻ ഫയലുകൾ തുറന്നുവിടുന്നത് അധികാരത്തിന്റെ ഇരുണ്ട ലോകത്തെയാണ്. ഇതിൽ പേര് വന്ന എല്ലാവരും കുറ്റവാളികളാണെന്ന് അർത്ഥമില്ലെങ്കിലും അവരെല്ലാവരും പൊതുസമൂഹത്തോട് മറുപടി പറയുവാൻ ബാധ്യസ്ഥരാണ്. പണവും സ്വാധീനവും കൊണ്ട് സത്യത്തെ എത്ര കാലം മൂടിവെച്ചാലും അതൊരു നാൾ പുറത്തുവരും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത് കേവലം വെളിപ്പെടുത്തലുകൾക്കല്ല, മറിച്ച് കുറ്റവാളികൾക്കെതിരെയുള്ള കർശനമായ നിയമ നടപടികളിലേക്കാണ്.